അനന്തകലാപുരിയിൽ കൗമാര കലോത്സവം കൊടിയിറങ്ങാൻ അല്പസമയങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ സമാപന സമ്മേളനത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു. നടൻ ടോവിനോ തോമസും ആസിഫ് അലിയും വേദിയിലുണ്ട്. ഓവർ ടു സ്മിത, പ്രവിത ആൻഡ് പ്രജിൻ. താങ്ക് യു ഗോകുൽ. അപ്പോൾ ഇവിടെ സമാപന സമ്മേളനം തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഔപചാരികമായ സ്വാഗത ഭാഷണം നടക്കുകയാണ്. അപ്പോഴും ഒരു വലിയ പുരുഷാരം ഇപ്പോൾ ഈ പ്രധാന വേദിയായ നിളയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സ്മിത. വലിയ തിരക്കാണ്. ഇപ്പൊ പ്രസംഗം തുടങ്ങിയിരിക്കുന്നുവെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ കാണാം, വീണ്ടും വീണ്ടും അങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്നുണ്ട്. പ്രധാന പരിപാടികൾ എന്നുള്ള നിലയ്ക്ക് ആ സാംസ്കാരിക സമ്മേളനത്തിൽ എന്തെല്ലാമാണ് മന്ത്രിമാർ പറയൂ. അതുപോലെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുന്നു, നാലാം തീയതി തുടങ്ങിയതാണ്. ഓരോ ദിവസവും വളരെ മനോഹരമായി അത് കൊണ്ടുപോകുന്നു. ഭക്ഷണമാകട്ടെ, ഇവിടത്തെ സുരക്ഷാ നിയന്ത്രണങ്ങളാകട്ടെ, അടുക്കും പരാതിക്ക് യാതൊരു വകയും നൽകാത്തൊരു കലോത്സവം എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഈ സംഘാടനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ മത്സരങ്ങൾ കൃത്യസമയത്ത് തീർക്കുക എന്നുള്ളതാണ്. അപ്പീലുകൾ വന്നുകൊണ്ടേയിരിക്കും. അത് ഹൈക്കോടതിയിൽ നിന്നൊക്കെ അവസാന നിമിഷമായിരിക്കും അപ്പീൽ മേടിച്ച് കുട്ടികൾ എത്തുക. ഇപ്പോൾ DD ഓഫീസിൽ നിന്ന് വരുന്നത് പോലെയല്ല, ഹൈക്കോടതിയിൽ നിന്ന് പെട്ടെന്നായിരിക്കും വരിക. അപ്പോൾ അത്തരത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അപ്പീൽ കിട്ടി വരുമ്പോൾ ആ സമയക്രമം പാലിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ട് പോലും മത്സരങ്ങൾ കൃത്യമായി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ യൂട്യൂബിൽ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇങ്ങനെ പടിപടിയായി രാഷ്ട്രീയത്തിൽ കയറി വന്നയാളാണ്. പലപ്പോഴും ഈ പരിപാടികൾ നടത്തുന്നതിൽ വലിയ മികച്ചൊരു സംഘാടകൻ എന്നുള്ള നിലയിൽ പേര് കേട്ടിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ മന്ത്രിയാകുന്നതിനൊക്കെ മുൻപ് മേയർ ആയിരുന്ന കാലത്തൊക്കെ തന്നെ. അപ്പൊ ആ സംഘാടന മികവ്, ആ പാഠവും ഇവിടെ കൃത്യമായി കണ്ടു എന്നുള്ള രീതിയിൽ. മാത്രമല്ല, ഈ കലോത്സവത്തിന് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയുണ്ട്. സ്വാഭാവികമായി മത്സരത്തിനെത്തുന്ന കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാവും, പിരിമുറുക്കം ഉണ്ടാവും, രക്ഷിതാക്കൾക്കും ഉണ്ടാകും. അതിനുവേണ്ടി പ്രത്യേകം സൈക്കോളജിസ്റ്റിന്റെ സേവനം ഏർപ്പെടുത്തിയത് ഈ കലോത്സവം മുതലാണ് എന്നാണ് എന്റെ അറിവ്. അപ്പോൾ അത് വലിയൊരു സപ്പോർട്ടാണ് തീർച്ചയായിട്ടും ഈ കുട്ടികളെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് സ്റ്റേജിലേക്ക് കയറാൻ പോകുന്ന കുട്ടികൾക്ക് അത് വലിയ സഹായമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അല്ലേ? ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ സ്ഥിരം പ്രേക്ഷക മിനി ബാബുവിന്റെ അനുജത്തി നേഴ്സാണ്. അപ്പൊ അവർക്കൊക്കെ ഇവിടെ ഡ്യൂട്ടി ഉണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് വലിയ ചൂടാണ്. അപ്പൊ അതിന് ഒരു ടീം തന്നെ ഉണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു ടീമുണ്ട് ഇവിടെ, പോലീസുകാർ. ഫ്രീ ആയി ഓറഞ്ച്, നാരങ്ങ വെള്ളം, ഐസ്ക്രീം വരെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒക്കെ ആയിട്ട് അവിടെ പോകുമായിരുന്നു. നമ്മുടെ ഈ തൊണ്ട വല്ലാതെ വരണ്ട് നിൽക്കുമ്പോ ആ ചുക്ക് കാപ്പി, പ്രത്യേകിച്ച് ഈ ചൂടത്ത് അവർ നൽകുന്ന ആ വെള്ളവും ഒപ്പം തന്നെ ഓറഞ്ചും ഫ്രൂട്ട്സും ഒപ്പം എന്താ പറയാ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പൊ ഐസ്ക്രീം മേടിക്കാൻ നമ്മുടെ പവലിനിൽ നിന്ന് നമ്മുടെ ടീം അംഗങ്ങൾ പലരും കണ്ടിരുന്നു. വളരെ ഗുണം ചെയ്യും. പ്രജിനൊന്നും പറയാനില്ലേ? അല്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ ഇടയിലേക്ക് ഇടപെടേണ്ട വെച്ചിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പോയിന്റ് വെട്ടിയെ കുറിച്ചാണ്. അതായത് 4 ജില്ലകൾ 1000-ന് മുകളിൽ പോയിന്റ് നേടിയിട്ടുള്ളത് വളരെ പ്രത്യേകതയാണ്. കാരണം കോഴിക്കോടും കണ്ണൂരും പാലക്കാടും തൃശ്ശൂരും 1000-ന് മുകളിൽ പോയിന്റ് നേടുന്ന ഒരു സ്കൂൾ കലോത്സവമായി ഇത്തവണത്തെ ഇത് മാറുന്നുണ്ട്. 5ാം സ്ഥാനത്ത് എറണാകുളമാണ് 980 പോയിന്റ്, മലപ്പുറം 980, കൊല്ലം 964, ട്രിവാൻഡ്രം 957, ആലപ്പുഴ 953, കോട്ടയം 924, കാസർഗോഡ് 913, വയനാട് 895, പത്തനംതിട്ട 848, ഇടുക്കി 817. ഇങ്ങനെയാണ് 14 ജില്ലകളുടെ പോയിന്റ് നില. ഇപ്പൊ വേദിയിലെ ദൃശ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത് സ്വാഗത പ്രസംഗം നടത്തുകയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ്. അത് നോക്കൂ, ആ തിരക്ക് ഒരു വശത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ? അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. പൊഴിയിട്ടാ കാണില്ല എന്നൊക്കെ പറയുന്ന പോലെ ഒരൊറ്റ സീറ്റിൽ ആളില്ലാത്തതില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ പ്രശ്നം, ആ പരാതി പരിഹരിച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇന്ന് തിരുവനന്തപുരം ജില്ലയ്ക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്കും കൊളായി. വൈകിട്ട് ഇപ്പൊ ചൂട് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചൂടുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും മനസ്സ് നല്ല തണുത്ത് വളരെ കുളിർമയോട് കൂടെ തന്നെയാണ് ഈ കലോത്സവം സമാപിക്കുമ്പോൾ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്മിത, ഇപ്പോൾ ഈ കലോത്സവത്തിന് വന്നപ്പോൾ എന്താണ് സ്മിതയ്ക്ക് തോന്നിയത്? ഒന്നുകൂടെ പറയാം. ഈ കലോത്സവത്തിന് വന്നപ്പോഴേ എന്താണ് തോന്നിയതെന്ന്? അതെ, ഞാൻ പറഞ്ഞില്ലേ പ്രതി, ഇപ്പൊ നമ്മള് 3ാമത്തെ കലോത്സവത്തിനാണ് ഒരുമിച്ച് വരുന്നത്. കോഴിക്കോട് കലോത്സവത്തിന് പോയപ്പോ നമ്മുടെ പ്രജിനുണ്ടായിരുന്നു. പ്രജിൻ 2ാമത്തെ ദിവസമായപ്പോഴേക്കും ശബ്ദമൊക്കെ അടച്ചിട്ട്. ഈ പ്രാവശ്യം പ്രജിനും പ്രവിതയുണ്ട്. നമ്മൾ ഒരുമിച്ച് ഒരു ടീം ഇങ്ങനെ വരുമ്പോ നമ്മളത് വല്ലാതെ ആഘോഷിക്കുന്നുണ്ട് അല്ലെ? ഈ അവസാനത്തെ ദിവസം എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ അടുത്ത നിമിഷങ്ങൾ വരാനിരിക്കുന്ന നിമിഷങ്ങൾ ആവേശത്തിന്റെ നിമിഷങ്ങളാണ്. കാരണം ആ സ്വർണ്ണ കപ്പുമായി അവർ വരുമ്പോൾ നമ്മൾ അവരെ എതിരേൽക്കുന്നു. നമ്മൾ അവർക്ക് വെച്ചിട്ടുള്ള കപ്പ് അത് നമ്മൾ കൊടുക്കുന്നു. അവിടേക്ക് ഒരു ആഘോഷത്തോടെയാണ് ഒരു വരവേൽപ്പ്. 24 തുടങ്ങിയ വർഷം മുതൽ നമ്മൾ നൽകുന്നതാണ് ഈ സ്വർണ്ണ കപ്പ്. അത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിനും ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്കുമാണ് ഈ സ്വർണ്ണ കപ്പ്. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആ സ്കൂളിൽ നടക്കുന്ന ആ ജില്ലയ്ക്ക് നൽകുന്ന ആ കപ്പ് എന്ന് പറയുന്നത് ഭയങ്കര വലിപ്പമാണല്ലേ? ഇത് തീർച്ചയായിട്ടും അത് തന്നെയാണ്. അത് ഈ തോന്നുന്നു 12ാം തവണ ഒരു സ്കൂളിൽ തന്നെ ബെസ്റ്റ് സ്കൂളിൽ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ കാര്യമല്ല. അതെ, BSS ഗുരുകുലം ആലത്തൂരിലേക്കാണ് കപ്പ് പോകുന്നത്.